മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ടെന്നറിയാം. കാര്യം സെയിം ആസ് ഓൺ സമയം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പം ഞാനുള്ളത് വാരണാസിയിലാണ്. മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോവാണ്. ഇവിടെ വാരണാസിയിൽ ഷോപ്പിങ്ങിന് പോവാണ്. സാധാരണ ഞാൻ ഷോപ്പിങ്ങിനൊക്കെ പോകാറുള്ളതാണ് കേട്ടോ ഇവിടെ. പക്ഷേ അന്നേരമൊക്കെ ആരെങ്കിലുമൊക്കെ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ തന്നെയാണ് പോകുന്നത് ഷോപ്പിങ്ങിന്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. എന്താവും, നോർത്താണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നോർത്തിൽ തന്നെ ഷോപ്പിങ്ങിന് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൂടെ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു സ്ട്രെസ്സ്, ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പോകാം നമുക്ക്. അപ്പോൾ വീഡിയോ ഭയങ്കര വലുതൊന്നും ആയിരിക്കില്ല, ചെറിയ വീഡിയോ ആയിരിക്കും. ഷോപ്പിങ്ങും കാര്യങ്ങളും എന്താണ് എങ്ങനെയാണ് എല്ലാം ഞാൻ കാണിച്ചു തരാം. സോ വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. അപ്പം നമുക്ക് എന്തെങ്കിലും പോകുമ്പോൾ കാണാം. ഓക്കെ. അപ്പം അങ്ങനെ ഞാൻ പോവാണ് കേട്ടോ. ആ പുറകിൽ കാണുന്ന ബിൽഡിങ്ങാണ് സ്കൂള്. കാണുന്നതാണ് സ്കൂള്. ഞാനിവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഓട്ടോയ്ക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് കട്ട് ഉണ്ട്, ആ ഷോർട്ട് കട്ടിലൂടെ ആട്ടോ പോകണം. അപ്പോൾ ഞാൻ ആ ഷോർട്ട് കട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇതാണ് ഷോർട്ട് കട്ട്. ഇറങ്ങിയ സമയത്ത് നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞാൻ ഓട്ടോയിൽ കയറി. ഓട്ടോയിൽ വേറെ 2 പേരും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ കുറേ പേരൊക്കെ കയറ്റും അവർ. അപ്പോൾ വേറെ 2 പേരും ഉണ്ടായിരുന്നു. ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ്. സൗണ്ട് ഉണ്ടാവുമോ എന്നറിയില്ല. ഞാൻ എന്തെങ്കിലും കാണിച്ചാൽ ഇപ്പം മെൻസ് സെക്ഷനിലാണുള്ളത്, ഗേൾസിൻ്റെ ഒക്കെ മുകളിലാണ്. എന്തെങ്കിലും കാണിച്ചു തരാം. പ്രൈസൊക്കെ കുറവാണ് കേട്ടോ. അത്യാവശ്യം പുറത്ത് നല്ല മഴയായതുകൊണ്ട് എനിക്ക് ഓട്ടോയിൽ വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ഷോപ്പിലെത്തി. ഇതിപ്പോൾ വി മാർട്ടിലാണ് ഇപ്പം ഞാനുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുണ്ട്. ഇവിടെ ബോയ്സിൻ്റെ തന്നെ ജീൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും നമ്മുടെ സെക്ഷനിലോട്ട് പോവാം. എന്തൊക്കെ കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അത് ഇതൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും യെസ്, ലേഡീസ് സെക്ഷനിലെത്തി. കാണിച്ചു തരാം. സ്റ്റുഡിയോ കാണിച്ചു തരാം. നല്ല രസമാണ്. നമ്മുടെ അവിടത്തെക്കാട്ടിലും ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും കാണിച്ചു തരാം. ഇവിടെ സെയിലുണ്ട്.
വേറൊരു ഷോപ്പിലാണ്. ചുമ്മാ ഇവിടെ നിന്ന് കയറി നോക്കിയത് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാനായിട്ട്. സെയിലൊക്കെ ഉണ്ട്, കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കും. അങ്ങനെ ഞാൻ തിരിച്ചെത്തി ഗൈസ്. പക്ഷെ സ്കൂളിലോട്ട് നടക്കുകയാണ് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കും. ഫൈനലി അങ്ങനെ ഹോസ്റ്റലെത്തി. മടുത്ത് ഞാൻ, കാര്യം ഒറ്റയ്ക്ക് പോയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഓട്ടോയിൽ 6-7 പേരൊക്കെ ആയിരുന്നു. അവരെങ്ങനെ വഴിയിൽ നിന്ന് കാണുന്നവരെയൊക്കെ ഇവർ കയറ്റും. പിന്നെ ഇവിടെ ഓട്ടോയ്ക്ക് ഭയങ്കര ചീപ്പ് റേറ്റാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്ററോളം ഞാൻ പോയായിരുന്നു. ഏകദേശം അത്രയും പോയി. 25 രൂപ മേടിച്ചുള്ളൂ എൻ്റെ കയ്യിൽ നിന്ന്, അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങനെ വന്നപ്പോഴും. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ മിനിമം ചാർജ് എനിക്ക് തോന്നുന്നു 40 രൂപ അങ്ങനെ എന്തോ ആണ്. ഇവിടെ ഭയങ്കര ചീപ്പ് റേറ്റാണ് ഓട്ടോയ്ക്ക്. പക്ഷേ ചിലർ, ഞാൻ ഇങ്ങനെ വരാൻ നേരത്ത് ഞാൻ സ്റ്റുഡിയോയിലൊക്കെ കയറിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഓട്ടോയ്ക്ക് ഇങ്ങോട്ട് വരാനായിട്ട് വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു ഓട്ടോ പറഞ്ഞു 200 രൂപ ആദ്യം കണ്ട പുള്ളി. പിന്നെ ഞാൻ വേറൊരാളോട് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി 300 രൂപ പറഞ്ഞു കേട്ടോ. അത്രയും ഞാൻ ഇവിടെ നിന്ന് 25 രൂപ കൊടുത്ത് പോയാൽ ഞാൻ 300 രൂപയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പൈസയ്ക്കുള്ള ദൂരം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടുന്ന്, ഞാനിപ്പോൾ ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് എറണാകുളമൊക്കെ പോണ ആ ഒരു ദൂരമുണ്ട്. എറണാകുളമൊക്കെ പോണ ദൂരമുണ്ട്. മാനന്തവാടി ടു എറണാകുളം പോണ ദൂരമൊക്കെ അത്രയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന്. അത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം എത്ര രൂപ മേടിക്കും നമുക്കറിയാം. ഒരു 700 രൂപയൊക്കെ മേടിക്കും. ഇതിപ്പോൾ എനിക്ക് ഭയങ്കര ചീപ്പ് റേറ്റാണ്. എന്തായാലും അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു 20 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ഞാൻ പോയത്. ഒരു 1/4 മണിക്കൂർ തന്നെ ഓട്ടോയിൽ തന്നെ ഇരുന്നായിരുന്നു. ചെറിയ ട്രാഫിക്കൊക്കെ കിട്ടി. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഒന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് മഴയ്ക്ക് കുറവുണ്ടായിരുന്നു. അങ്ങ് പോയപ്പോൾ നല്ല മഴയായിരുന്നു. അങ്ങ് പോയപ്പോൾ ഇങ്ങനെ വന്നപ്പോഴും കൂടെ ഓട്ടോയിൽ ഇരിക്കാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സഞ്ചിയും ബാഗൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മടുത്ത്. എൻ്റെ കയ്യിൽ കയ്യിൽ ബാഗ്, ഒരു കയ്യിൽ മറ്റേ കവറും അതും ഇതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം തിരിച്ചു വന്നു. എന്തായാലും എനിക്ക് ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഞാൻ കുറച്ച് എൻ്റെ റൂംമേറ്റ് ഒരു ടീച്ചറുണ്ട്, പുള്ളിക്കാരിയുടെ സൗണ്ടായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ലാംഗ്വേജിൻ്റെ ആണെങ്കിലും കുറച്ച് പ്രോബ്ലം വരുമല്ലോ. ഞാൻ ഭയങ്കര പ്രോപ്പറായിട്ട് എനിക്ക് ഹിന്ദിയൊന്നും അറിയത്തില്ല. പക്ഷെ മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പിന്നെ മാനേജ് ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വ്ളോഗ്. ഞാൻ അധികം സാധനങ്ങളൊന്നും എടുത്തുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയി. ഞാൻ അധികം സാധനങ്ങളൊന്നും മേടിച്ചില്ല കേട്ടോ. കുറച്ച് അല്ല, എനിക്കൊന്നും തന്നെ മേടിച്ചില്ല. ഞാൻ 2-3 പാൻസൊക്കെ കൂടുതലും മേടിച്ചു. നല്ല രസമുള്ള പാൻസൊക്കെ ഇവിടെ നല്ല അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടും. അപ്പം ഞാൻ അതൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ എന്തായാലും
ഞാൻ അധികം ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയായിരുന്നു അവിടെ പോയപ്പോൾ, അതുകൊണ്ട് കടയിൽ കയറിയപ്പോഴത്തേക്കും അധികം വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല. കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ, അതാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും എത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ ഞാൻ സുഡിയോന്ന് ലിപ്സ്റ്റിക്കൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ, ഒരു 2 ഷെയ്ഡ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ എന്താണെന്നൊന്നും അറിയില്ല, എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ബൈ.